മരണത്തെ തോൽപ്പിച്ച് ഈശോ ഉത്ഥിതനായിരിക്കുന്നു. ഉത്ഥിതനായ ഈശോയുടെ ദിവ്യ സാന്നിധ്യം ഇന്ന് കൂട്ടായ്മയെ മുഴുവനും ഇറങ്ങി വെളിപ്പെട്ട് നിൽക്കുന്നു. ദിവ്യകാരുണ്യമായി തീർന്നവൻ ഉത്ഥിതനായ ഈശോ ദിവ്യകാരുണ്യത്തിൽ പൂർണ്ണമായും വസിക്കുന്നു. കൂടെയായിരിക്കണം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നത്. ആ ശവകുടീരത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവളുടെ മനസ്സിൽ അവൾ ചിന്തിച്ചിരിക്കണം, ഇന്ന് ഈശോയുടെ ശരീരം എനിക്ക് ഒരിക്കൽ കൂടി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആര് എനിക്ക് വേണ്ടിയ കല്ലൊന്ന് മാറ്റിത്തരും? ആരെനിക്ക് വേണ്ടിയ കല്ലൊന്ന് ഉരുട്ടി മാറ്റിത്തരും? ഇന്ന് പലപ്പോഴും നമ്മളും ഈശോയുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും, ഈശോയെ ഈ തടസ്സങ്ങൾ ആര് മാറ്റിത്തരും എന്ന് വിചാരിച്ചുകൊണ്ട്, ഈശോയെ നിന്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു വരുന്നു, നിന്റെ അടുക്കിലേക്ക് ഞാൻ എത്തുന്നു കർത്താവേ, ഈ തടസ്സം അവിടെ നിൽക്കുമ്പോൾ തന്നെ നിന്റെ അടുക്കിലേക്ക് ഞാൻ വരുന്നു എന്ന് പ്രിയമുള്ളവരെ, ആര് കല്ലുരുട്ടി മാറ്റുമെന്ന് മഗ്ദലന മറിയം ചിന്തിച്ചിരുന്നെങ്കിൽ അവൾ ചെന്നെത്തിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതാണ് അവൾ കണ്ടത്. ഈ ഉത്ഥാനത്തിന്റെ ദിവസം ഇന്ന് നിന്റെ വിടുതലിന്റെ ദിവസമാണ്. ഇന്നേ ദിവസം നിന്റെ നിരവധിയായ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാളുകളായി തടയപ്പെട്ട് കിടക്കുന്ന നിരവധിയായിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾക്കുള്ളിലേക്ക് ഈശോയുടെ കൃപയിതാ പ്രവഹിക്കുന്നു. അവൾ അവിടെ കടന്നു വന്നപ്പോൾ ആ കല്ലുരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു അവൾ കണ്ടു. ഈശോയുടെ പൂർണ്ണതയിൽ നിന്നാണ് പ്രിയമുള്ളവരെ നമ്മിലേക്ക് കൃപയ്ക്കുമേൽ കൃപ പകരപ്പെടുന്നത്. ഉദ്ധിതനായ ഈശോയുടെ പൂർണ്ണതയിൽ നിന്ന് ഇന്നിതായ നിമിഷം നമ്മുടെ ഉള്ളിലേക്ക് കൃപയ്ക്കുമേൽ കൃപ പകരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 11 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ അതിന് തൊട്ടു മുൻപ് ശിമയോൻ പത്രോസിന്റെ അടുക്കൽ, യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യന്റെ അടുക്കൽ കടന്നു വന്ന് ഈശോയുടെ ശരീരം അവിടെ കാണുന്നില്ല, ആരോ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു എന്ന കാര്യം അവരോട് പറഞ്ഞു. അവർ ഇരുവരും ഓടി ശീഘ്രത്തിൽ കല്ലറക്കരികിലേക്ക് വന്നു. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് അവിടെ സംഭവിച്ചത്? കല്ലുരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നത്. ഈശോയുടെ ശരീരം അവിടെ കാണുന്നില്ല. 11 വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, മറിയം കല്ലറയ്ക്കു വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിന്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളും ഇത്തരത്തിൽ ഉദ്ധിതനായ ഈശോയുടെ സജീവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ പൂർണ്ണത ദർശിക്കാതെ പലപ്പോഴും നമ്മളും അവിടെ ഇവിടെ തിരയാറുണ്ട്. എവിടെയാണ് എന്റെ കർത്താവ്? എങ്ങനെയാണ് എന്നെ കെട്ടഴിക്കുവാൻ പറ്റുന്നത്? ആർക്കാണ് എന്റെ ബന്ധനത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുവാൻ സാധിക്കുന്നത്? നമ്മുടെ ഇടവക ദേവാലയത്തിൽ അനുദിനം നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന അവന്റെ തകർക്കപ്പെട്ട ശരീരം, അവന്റെ വിശുദ്ധ ശരീരവും വിശുദ്ധ രക്തവും നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരുന്ന, നമ്മുടെ ദേവാലയത്തിലൂടെ ഇന്നും എന്നും നമ്മളിലേക്ക് കടന്നു വരുന്ന വിശുദ്ധ കുർബാനയുടെ അപരിമേയമായ അഭിഷേകത്തെ തിരിച്ചറിയാതെ പലപ്പോഴും നമ്മളും ചോദ്യം ചെയ്യാറുണ്ട്, എന്താണ് കർത്താവേ? എവിടെയാണ് കർത്താവേ നിന്റെ മഹത്വം വെളിപ്പെടുന്നത്? യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. പ്രിയമുള്ളവരെ, മറിയത്തിന്റെ ഉള്ളിൽ നിന്ന് യേശുവിനോടുള്ള സ്നേഹം അണക്കെട്ടുകൾ തുറക്കപ്പെടുന്നത് പോലെ പൊട്ടിയൊഴുകുകയാണ്. അനിയന്ത്രിതമായ സ്നേഹനിമിത്തം അവൾ ഈശോയോട് പറയുകയാണ്, ഈശോയാണെന്ന് തിരിച്ചറിയാതെ,
അവന്റെ ശരീരം എടുത്തുകൊണ്ട് പോയെങ്കിൽ നീ എനിക്കതൊന്ന് വിട്ടുതരിക, ഞാനത് എടുത്തുകൊണ്ട് പോയിക്കോളാം. ഒരു സാധാരണ സ്ത്രീ അവിടെ പറയുകയാണ്, എന്റെ ഗുരുവിന്റെ ശരീരം ചുമന്നുകൊണ്ട് പോകുവാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എന്റെ ഗുരുവിന്റെ ശരീരം വഹിക്കുന്നത് കാണുമ്പോൾ ആരെങ്കിലും എന്നെ കല്ലെറിഞ്ഞാൽ എനിക്ക് പരാതിയില്ല. കാരണം ഒരു ജനക്കൂട്ടം മുഴുവനും കൈകളിൽ കല്ലുകൾ ഏന്തിക്കൊണ്ട് എനിക്കെതിരെ കല്ലെറിയുവാൻ ആക്രോശിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്ന സമയത്താണ് മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് ഈ കർത്താവ് എന്നെ വിമോചിപ്പിച്ചത്. ഇവനില്ലായിരുന്നെങ്കിൽ ഞാനുണ്ടാകുമായിരുന്നില്ല. ഇവനാണ് എന്നെ ജീവനിലേക്ക് കൈപിടിച്ചുയർത്തിയത്. ഇവന് വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് മറിയ പറഞ്ഞു, നീ അവന്റെ ശരീരം എടുത്തുകൊണ്ട് പോയെങ്കിൽ എനിക്ക് വിട്ടുതരിക, ഞാനത് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം, മറിയം, മറിയം എന്ന്. പ്രിയമുള്ളവരെ, സാഹചര്യങ്ങൾ നോക്കാതെ കുരിശിൽ നമുക്ക് വേണ്ടി ബലിയായി തീർന്നവന്റെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ, സാഹചര്യത്തിന്റെ ഉപരിയായി അവന്റെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ നിറയപ്പെടുമ്പോൾ, ആ അഭിഷേകത്തിന്റെ ജ്വലനത്തിനകത്ത് നമ്മൾ ലയിക്കുമ്പോൾ, ആ അഭിഷേക ശക്തി, അവന്റെ മഹത്വം നമ്മുടെ ഉള്ളിലൂടെ വെളിപ്പെട്ടിറങ്ങുന്ന നിമിഷങ്ങളിൽ ഇതേ ശബ്ദം നമ്മുടെ ആന്തരിക മനുഷ്യനോട് ഈശോ സംസാരിക്കുന്നുണ്ട്. ഓരോ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ശബ്ദം ഇന്ന് നമ്മളെ വിളിക്കുന്നുണ്ട്. മോനെ, മോളെ, നമ്മളെ വിളിക്കുന്ന ഈശോയുടെ ശബ്ദത്തെ ഇന്ന് നമുക്ക് തിരിച്ചറിയാം. കുരിശിൽ നമ്മൾക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞ് ദിവ്യകാരുണ്യമായി തീർന്നവൻ ഇന്ന് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ, അവനോടുള്ള സ്നേഹം പ്രണയമായി, അഗാധ സ്നേഹമായി പൊട്ടിയൊഴുകുമ്പോൾ നമ്മുടെ ഉള്ളിലും ഇതേ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കും. മറിയം, മറിയം, മറിയമെന്ന് ഈശോ മറിയത്തെ നോക്കി വിളിച്ചത് ഇന്ന് നമ്മെ നോക്കി നമ്മുടെ പേരുകളും അവൻ വിളിക്കുന്നു. അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, എന്തെന്നാൽ ഞാൻ പിതാവിന്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം പിതാവിന്റെ അടുക്കിലേക്ക് അവിടുന്ന് കരയേറ്റപ്പെടുന്നതിനെ കുറിച്ചുള്ള കാര്യം ഈശോ മഗ്ദലന മറിയത്തോട് പറയുകയാണ്, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, നിന്റെ സ്നേഹം എന്നെ ഇവിടെ തടഞ്ഞു നിർത്തുന്നു. പ്രിയമുള്ളവരെ, നിമിഷം ദിവ്യകാരുണ്യനാഥനെ ഒന്ന് നോക്കിക്കേ, ദിവ്യകാരുണ്യത്തിലേക്കൊന്ന് നോക്കിക്കേ. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും, വിഷയങ്ങളിൽ നിന്നും, വിഷമസന്ധികളിൽ നിന്നും കണ്ണുകൾ എടുത്തുകൊണ്ട് ദിവ്യകാരുണ്യത്തിലേക്കൊന്ന് നോക്കിക്കേ. ഉദ്ധിതനായ ഈശോയെ ദിവ്യകാരുണ്യത്തിലൊന്ന് കണ്ടേ. ഈശോടെന്ന് പറഞ്ഞു, ഈശോയെ നീ എനിക്ക് മതിയായവനാണ്, ഈശോയെ നീ എനിക്ക് മതിയായവനാണ്. 5 അപ്പമായിരുന്നു അങ്ങ് ഈശോയുടെ കരങ്ങളിലേക്ക് അവർ കൊടുത്തത്. 5000-ഓളം വരുന്ന പുരുഷാരം, കുടുംബാംഗങ്ങൾ, മക്കൾ. ഈശോ 5 അപ്പം എടുത്ത് പിതാവിന് കൃതജ്ഞതാസ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. 5 അപ്പം കൊണ്ട് 5000 പേര് ഭക്ഷിച്ച് തൃപ്തരായി തീർന്നപ്പോൾ 12 വലിയ കുട്ട നിറയെ മിച്ചം വന്ന ഭക്ഷണം അവർ ശേഖരിച്ചു എന്നെഴുതിയിരിക്കുന്നെങ്കിൽ, ഇന്ന് നമ്മുടെ വിഷമസന്ധികൾ കകത്തു നിന്ന് കുരിശിൽ എനിക്ക് വേണ്ടി ബലിയായി തീർന്നവനിലൂടെ എന്റെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം അവൻ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഉദ്ധിതനായ അവന്റെ അപരിവ്യയമായ ശക്തിയെ ഞാൻ മുറുകെ പിടിക്കുന്നു. എന്റെ സാഹചര്യത്തെ അല്ല, ഉദ്ധിതനായ എന്റെ ഈശോയുടെ, ഉദ്ധിതനായ എന്റെ കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ അഭിഷേകത്തെ ഞാൻ റിസീവ് ചെയ്യുന്നു. ഞാൻ അതിനെ മുറുകെ പിടിക്കും. എന്റെ കർത്താവിന്റെ പുനരുദ്ധാന അഭിഷേകം എന്റെ സാഹചര്യങ്ങളെക്കാളും വലുതാണ്. എന്റെ പ്രയാസങ്ങളെക്കാളും, എന്റെ കുറവിനേക്കാളും, എന്റെ ജീവിതത്തിലെ ശൂന്യതകളെക്കാളും
വലുതാകയാൽ ശൂന്യതകൾക്കുള്ളിലേക്ക്, ജീവിതത്തിലെ ചില ഏകാന്തതകൾക്കുള്ളിലേക്ക് ഇതാ അവന്റെ പുനരുദ്ധാനത്തിന്റെ അഭിഷേകം ഈ നിമിഷം ഇതാ കടന്നു വരുന്നു. മരണത്തോടുകൂടി തീർന്നു എന്നതല്ല ഈശോയുടെ അവസാനം. മരണശേഷം ഉത്ഥാനം ചെയ്തുകൊണ്ട് നിത്യമായി അവൻ ജീവിക്കുന്നു. നിത്യസ്തുതിക്ക് യോഗ്യനാകുന്നവൻ, ഉയർത്തെഴുന്നേറ്റവൻ, എന്നേക്കും ജീവിക്കുന്നവൻ. ആ ഈശോ ഇന്ന് നമ്മുടെ മുൻപിൽ ഇതാ എഴുന്നള്ളിയിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ വീശിക്കൊണ്ട് ഉദ്ധിതനായ ഈശോനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമുക്കവനെ മഹത്വപ്പെടുത്താം. ശക്തമായ ഈശോയുടെ സാന്നിധ്യം, ഉദ്ധിതനായ ഈശോയുടെ സാന്നിധ്യം ഇതാ ഒഴുകിയിറങ്ങുന്നു. ആ സാന്നിധ്യത്തിന് നമുക്ക് ഇന്നേ ദിവസം വിധേയപ്പെടാം. മരണശേഷം ഉത്ഥാനം ചെയ്തവൻ, 2 or 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ കടന്നു വരും എന്ന് പറഞ്ഞ കർത്താവ്. 2 Corinthians 3:21 പറയുന്നു, കർത്താവ് ആത്മാവാണ്, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഈശോയുടെ ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തെ നമുക്ക് അനുഭവിക്കാം, രുചിക്കാം. ആത്മാവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് ലയിച്ചു ചേരാൻ പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, ഈശോയുടെ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് ലയിക്കാം. ആത്മാവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് വിശ്രമിക്കാം. ഈ ആത്മാവിന്റെ സാന്നിധ്യത്തിന്റെ പൂർണ്ണതയാണ് സ്വർഗരാജ്യം. ഈ ആത്മാവിന്റെ സാന്നിധ്യം തരുന്ന സ്വസ്ഥതയാണ് സ്വർഗത്തിൽ എല്ലാ ആത്മാക്കളും അനുഭവിക്കുന്നത്. ആ ദൈവിക വിശ്രാന്തിയിലേക്ക് ഈ ഈസ്റ്റർ ദിവസം കർത്താവിന്റെ സ്വസ്ഥത ശരീരത്തിലിരുന്നു കൊണ്ട് നമുക്ക് നിമിഷം അനുഭവിക്കാം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ജീവിതത്തിലെ വിവിധ വിഷയങ്ങൾ നിമിത്തം, വിവിധ പ്രശ്നസങ്കീർണമായ അവസ്ഥകൾ നിമിത്തം ഭയപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളുടെയും നാം ഓരോരുത്തരുടെ മധ്യേ ഇന്നേ ദിവസം ഉദ്ധിതനായ ഈശോ ഇതേ വചനം നമ്മളോടും പറയുന്നു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. കണ്ടില്ലേ എന്റെ കൈകളിലെ ആണി കുത്തിത്തുളയ്ക്കപ്പെട്ട തുളകൾ? എന്റെ പാർശ്വം കണ്ടില്ലേ? നിങ്ങൾക്ക് വേണ്ടി കുത്തിത്തുളയ്ക്കപ്പെട്ട ആ പാർശ്വഭാഗം. മക്കളെ, നിങ്ങൾക്ക് വേണ്ടി സകലതും ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചതിന് ശേഷം മരണത്തെ തോൽപ്പിച്ചതാ ഞാൻ ഉദ്ധിതനായിരിക്കുന്നു. ഈശോ ആണിപ്പഴുതുള്ള കരം നമ്മളെയും കാട്ടിക്കൊണ്ട് ഈശോ പറയുകയാണ്, മക്കളെ, നിങ്ങൾക്ക് സമാധാനം. ധൈര്യമായിരിക്കുവിൻ, നിങ്ങൾക്ക് സമാധാനം. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഉത്ഥാനത്തിന്റെ ഈ ദിവസം ഉദ്ധിതനായ ഈശോ ഈ ദിവികാരുടെ ആരാധനയിൽ എഴുന്നള്ളിയിരിക്കുന്നവൻ ഈ നിമിഷം നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് ഇതാ ആത്മാവിന്റെ പുതിയൊരു വർഷം, ആത്മാവിന്റെ പുതിയ നിറവ് നമ്മുടെ ഉള്ളിൽ സ്ഥൈര്യലേപനത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന ആത്മാവിനെ അവൻ വീണ്ടും ഇതാ ഉജ്ജ്വലിപ്പിക്കുന്നു. ആത്മാവിന്റെ ശക്തിയിലെ ഒരു പുതുക്കത്തിലേക്ക് കർത്താവിത നമ്മളെ കരം പിടിച്ചുയർത്തുന്നു. ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഈശോയുടെ ആത്മാവ് തരുന്ന വലിയ സ്വാതന്ത്ര്യത്തിന്റെ അഭിഷേകത്തെ നമുക്ക് ഈ നിമിഷം നുകരാം, അനുഭവിക്കാം. വലിയ ആത്മാവിന്റെ സാന്നിധ്യം ഇതാ ഒഴുകിയിറങ്ങുന്നു, ശക്തി ഇതാ വ്യാപരിക്കുന്നു. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ആത്മാവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് നിമിഷം വിശ്രമിക്കാം.
12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈ വെക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, എന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവ്, ഭാരതത്തിന്റെ അപ്പസ്തോലനാകുന്ന വിശുദ്ധ തോമാശ്ലീഹായുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. മൈ ലോർഡ്, മൈ ഗോഡ്. മൈ ലോർഡ്, മൈ ഗോഡ്. ഈശോയുടെ ആണിപ്പഴുതുള്ള ആ കൈക്കകത്ത് സ്വന്തം കൈ വിരലിട്ട് ആ ആണിപ്പഴുതുള്ള കൈകളിൽ കൂർത്ത ആണികൾ കുത്തി തുളയ്ക്കപ്പെട്ട ആ കൈകൾക്കുള്ളിലേക്ക് സ്വന്തം കൈ ഇട്ടുകൊണ്ട് തൊട്ടറിഞ്ഞ തോമാശ്ലീഹ, ഉദ്ധിതനായ ഈശോയുടെ സാക്ഷിയായി തീർന്ന തോമാശ്ലീഹ, ആത്മലോകത്തെക്കുറിച്ചുള്ള ആഴമേറിയ അവബോധത്തിൽ പരിശുദ്ധ കുർബാനയായി തീർന്നവനെ അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കിയ വിശുദ്ധ തോമാശ്ലീഹായുടെ ശക്തമായ മാധ്യസ്ഥത്തിന്റെ അഭിഷേകം, വിശുദ്ധന്റെ മാധ്യസ്ഥ സാന്നിധ്യം ഈ കൂട്ടായ്മയിൽ നിമിഷം വെളിപ്പെടുന്നു. വിശുദ്ധന്റെ മാധ്യസ്ഥത്തിലൂടെ നിരവധിയായ നിയോഗങ്ങളിലേക്ക് ദൈവത്തിന് വ്യക്തമായ കരുണയിത ഒഴുകിയിറങ്ങുന്നു. തോമസ് നാമധാരികളിലേക്കും പ്രത്യേക കരുണയിത വെളിപ്പെട്ട് ഇറങ്ങുന്നു. കർത്താവിന്റെ സ്നേഹമിത ഈ കൂട്ടായ്മയിൽ ഉടനീളം വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉദ്ധിതനായ ഈശോനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. ഉദ്ധാനത്തിന്റെ അഭിഷേകം ഇതാ ഇറങ്ങി നിൽക്കുന്നു. നമുക്ക് വേണ്ടി അറക്കപ്പെട്ട പെസഹ കുഞ്ഞാട് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവനായിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമാകുന്നവൻ നിത്യസ്തുതിക്ക് യോഗ്യനാകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ സ്തുതിച്ചു മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോബൽ ഡിവൈൻ മേഴ്സി ഫൗണ്ടേഷനിലേക്ക് ഈസ്റ്റർ ദിവസം കൃപയൊഴുകി ഇറങ്ങുന്നതിനായി നന്ദി പറയുന്നു. കർത്താവ്, ഈ കൂട്ടായ്മ ഞങ്ങൾ ഓരോരുത്തരുടെയും എല്ലാ ശുശ്രൂഷകളിലേക്കും കൃപ വെളിപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഇതിനുശേഷം യേശു തിബരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലിയിലെ കാനായിൽ നിന്നുള്ള നഥാനിയേൽ, സെബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ,
നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിന്റെ വലതുവശത്തേക്ക് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിന് ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറങ്കുപ്പായം എടുത്തു ധരിച്ച് കടലിലേക്ക് ചാടി. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളും കർത്താവ് വിളിച്ച വിളിയിൽ അവിശ്വസ്തരായി നിന്നുകൊണ്ട് കർത്താവിന്റെ വിളിയിൽ നിന്ന് അകലപ്പെടുമ്പോഴും, നമ്മളും പലതരത്തിൽ അവിശ്വസ്തതയുടെ നഗ്നതയിലായിരിക്കുമ്പോഴും വിശ്വസ്തനായ കർത്താവ് തന്റെ വിശ്വസ്തതയാൽ തന്റെ പുറങ്കുപ്പായം നൽകി നമ്മുടെ നഗ്നതയെ മറച്ചു പിടിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ അവിശ്വസ്തരായി പല പാപവഴികളിലും തെറ്റായ രീതികളിലൂടെ കടന്നു പോകുമ്പോഴും തന്റെ വിശ്വസ്തതയുടെ മറവിൽ നമ്മുടെ നിരവധിയായ കുറവുകളെ തന്റെ രക്തത്തിലൂടെ മറച്ചു വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുദിനം തന്റെ കരുണയിൽ നമ്മളെ വഴി നടത്തുന്ന കരുണയുടെ രാജാവിന്റെ ആ ഹൃദയത്തെ നമുക്കൊന്ന് തിരിച്ചറിയാം. പഴയ ജീവിത രീതിയിലേക്കും മത്സ്യം ബന്ധനത്തിലേക്കും മീൻപിടുത്തത്തിലേക്കും ആയി കടന്നുപോകുന്ന ശിമയോൻ പത്രോസിന്റെ അരികിലേക്ക് വീണ്ടും ഈശോ കടന്നു വരികയാണ്. ശിമയോനെ ശുശ്രൂഷ ദൗത്യത്തിലേക്ക് കരം പിടിച്ചുയർത്തിയ ദിവസം ഈശോ ചെയ്ത അതേ അത്ഭുതം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഈശോ അവർക്ക് മുൻപിൽ തന്റെ ഹൃദയത്തിന്റെ വിശാലതയെ, തന്റെ ഹൃദയത്തിന്റെ അബണ്ടൻസിനെ, അതിന്റെ നിറവിനെ അവരുടെ മുൻപിൽ വെളിപ്പെടുത്തി. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ബലഹീനമായി നിൽക്കുമ്പോൾ ആ ബലഹീനതയ്ക്കുള്ളിലേക്ക് അവന്റെ ദൈവീക കൃപയുടെ സമൃദ്ധി ഇത്തരത്തിൽ കടന്നുവന്ന് ആ കൃപാസമൃദ്ധിയിൽ നമ്മളെ വീണ്ടും തന്നിലേക്ക് ആകർഷിക്കുന്ന ഈശോയുടെ ആ കാന്തിക വലയം, ആ സ്നേഹവലയം, ഉദ്ധിതന്റെ ആ സ്നേഹവലയത്തിന്റെ ഭാവത്തിലേക്ക് നമുക്ക് ഇന്നേ ദിവസം പ്രവേശിക്കാം. ഹല്ലേലൂയ. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. ജീവിതത്തിൽ കർത്താവിൽ നിന്ന് അകന്നു കഴിയുന്ന നിമിഷങ്ങളിലും പലപ്പോഴും അവൻ നമ്മളെ ചേർത്ത് പിടിക്കാറുണ്ട്. അവൻ നമ്മളെ കരുതുന്നുണ്ട്. അവൻ നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? കർത്താവ്, അതവന്റെ ദിവ്യ സ്വഭാവമാണ്. കർത്താവ് സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, ഇത് കർത്താവാണ്, ഇത് കർത്താവാണ്. ഇത് കർത്താവിന് മാത്രം ചെയ്യുവാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും, നമ്മൾ തള്ളിക്കളഞ്ഞപ്പോഴും, നമ്മൾ മാറി നിന്നപ്പോഴും നമ്മളോട് വിശ്വസ്തത കാണിക്കുന്ന കർത്താവ്, നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്ന കർത്താവ്, നമ്മളെ ചേർത്ത് പിടിക്കുന്ന കർത്താവ്, ഇതവനാണ്, ഇത് കർത്താവാണ്. ഇന്ന് ഈ കൂട്ടായ്മയിൽ ചില മക്കളോട് ഈശോ സന്ദേശം തരുന്നു. നിന്റെ ജീവിതത്തിലെ ചില വീഴ്ചകളിലും നിന്റെ കൂടെ ഞാനുണ്ടായിരുന്നു. നിന്റെ തകർച്ചകളിലും നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. നീ പാപാവസ്ഥയിൽ എന്നിൽ നിന്ന് അകറ്റപ്പെട്ടപ്പോഴും നിന്റെ അടുക്കൽ നിന്നെ സംരക്ഷിച്ചുകൊണ്ട് നിരവധി തവണ ഞാൻ ഉണ്ടായിരുന്നു. മോനെ, എന്റെ സ്നേഹം നീ തിരിച്ചറിയുന്നു. ഇന്ന് ആ സ്നേഹം തിരിച്ചറിയുന്ന മക്കൾ ഈശോയിലേക്ക് പൂർണ്ണമായി കടന്നു വന്നുകൊണ്ട് അവന്റെ വിശുദ്ധിയുടെ അഭിഷേകത്തിൽ ഈ നിമിഷം നമുക്ക് നിറയപ്പെടാം. വിശുദ്ധിയുടെ അഭിഷേകം കർത്താവ് കൂട്ടായ്മയിലേക്ക് ഇതാ പകരുന്നു. ഉദ്ധിതനായ ഈശോ തന്റെ വിശുദ്ധിയുടെ ലേപനം, വിശുദ്ധിയുടെ അഭിഷേകം ഇതാ കൂട്ടായ്മയിലേക്ക് അവൻ അയക്കുന്നു. വലിയ വിടുതലുകൾ ഇതാ സംഭവിക്കുന്നു. ദൈവകൃപയുടെ വലിയ വ്യാപാരം ഇതാ സംഭവിക്കുന്നു. വലിയ വിടുതലുകൾ ഇതാ ഈശോ ചെയ്യുന്നു. വലിയ മിറക്കിൾസ് ഇതാ സ്വർഗം അയക്കുന്നു. ദൈവത്തിന്റെ മഹത്വം ഇതാ വ്യാപരിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ചു കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞു, ഒന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണെന്ന് ചോദിക്കുവാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. പ്രിയമുള്ളവരെ,
പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഈ ദിവ്യകാരുണ്യ നാഥന്റെ സ്നേഹം നമ്മൾ പ്രാർത്ഥിക്കാതിരുന്ന നാളുകളിലും അവനിൽ നിന്ന് അകന്ന നാളുകളിലും അവന്റെ കരുണ നമ്മുടെ അടുക്കിലേക്ക് വെളിപ്പെട്ടിരുന്നു. ഇന്നേ ദിവസം അവന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന തിരുമണിക്കൂറിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ വീഴ്ചകൾക്ക് മാപ്പ് പറയുമ്പോൾ തന്നെയും ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ദിവ്യകാരുണ്യ നാഥനെ ആത്മാവിൽ നമുക്ക് അവനൊരു സ്നേഹ ചുംബനം കൊടുക്കാം. ഉദ്ധിതനായ ഈശോയ്ക്ക് ഇന്നേ ദിവസം ഒരു സ്നേഹ ചുംബനം കൊടുക്കാം. നമ്മൾ സ്നേഹചുംബനം കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്നേഹചുംബനത്തിന്റെ ഇരട്ടി സ്നേഹചുംബനം അവനിതാ തിരികെ നൽകുന്നു. നമ്മൾ കൊടുക്കുന്ന സ്നേഹചുംബനത്തിന്റെ ഇരട്ടി സ്നേഹമാധുര്യം നിറഞ്ഞ സ്നേഹചുംബനങ്ങൾ അവനിതാ തിരികെ നമ്മൾക്ക് നൽകുന്നു. യോഹന്നാൻ 21:15. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് ചോദിച്ചു, എന്റെ ആടുകളെ മേയ്ക്കുക. ഇന്ന് പലപ്പോഴും പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലും ഈശോ ഇതേ ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നു? ഈശോ ഒരുപാട് ആഗ്രഹിക്കുന്നു നമ്മുടെ ഉള്ളിൽ നിന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനോട് നമ്മൾ പറയുന്നത് കേൾക്കുവാൻ അവന്റെ കാതുകൾ കൊതിക്കുകയാണ്. ഈശോയെ, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എനിക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ കുരിശിലെ ബലിയിലൂടെ നീ എനിക്ക് വേണ്ടി എല്ലാം നൽകി കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയുടെ ഹൃദയം ഈ ഉത്ഥാന ദിവസം സന്തോഷം കൊണ്ട് നിറയുകയാണ്. ഈശോയുടെ ഒരു മകനും മകളും അവനോടുള്ള അഗാധമായ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ഈശോയുടെ കുരിശിലെ ബലിയുടെ സമ്പൂർണതയെ ദർശിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവൻ മതിയായവനാണ്, അവനെല്ലാം നൽകിയിരിക്കുന്നു എന്ന അവബോധത്തിൽ അവന് കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ ഗീതങ്ങൾ പാടുമ്പോൾ അർപ്പിക്കുമ്പോൾ അവന്റെ ഹൃദയം, ഈശോയുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുകയാണ്. ആനന്ദത്തിന്റെ മാധുര്യമിതാ നമ്മൾ ഓരോരുത്തരുടെയും അന്തരംഗത്തിലേക്ക് അവനിതാ അയക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും. അവന്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉത്ഥാനത്തിന്റെ ഈ ദിവസം, ഈ ഈസ്റ്റർ ദിവസം, നമ്മുടെ എല്ലാ ഭാരങ്ങളും എല്ലാ തടസ്സങ്ങളും ഈശോ ഏറ്റെടുത്തിരിക്കുന്നു. അതിനകത്തേക്ക് ഉത്ഥാനത്തിന്റെ വലിയ അഭിഷേകത്തെ ഈശോ പകർന്നിരിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് മക്കളായി നമ്മെ ചേർന്ന് നശിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ യേശുവേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുപരിപാലിച്ച് നമ്മെ കരുതുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ യേശുവേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയായി നമ്മിലേക്ക് കടന്നു വരുന്ന, നമ്മെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, ഞാനാണ് നല്ല
നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. നല്ല ഇടയൻ ഈശോയാണ്. ആ നല്ല ഇടയൻ, ആ നല്ല ഇടയന്റെ അജഗണങ്ങൾക്കായി ആ നല്ല ഇടയൻ കുരിശില് സകലതും പൂർത്തീകരിച്ചു. ഹല്ലേലൂയ. ആ കുരിശില് നമ്മെ നേടിയെടുത്തു. ആ സ്നേഹത്തില് ചേർത്ത് പിടിച്ചു. ആ സ്നേഹത്തിൻ തണലില് ആ നല്ല ഇടയന്റെ ചാര് ആ കുരിശിൻ കുരിശില് നമുക്ക് ആ കുരിശിൻ ചുവട്ടില് നമുക്കായിരിക്കാം. ആ കുരിശിൻ തണലില് നമുക്കായിരിക്കാം. ആ കുരിശില് നമുക്ക് രക്ഷ പ്രാപിക്കാം. ആ നല്ല ഇടയനോട് ചേർന്നിരിക്കാം. ഹല്ലേലൂയ. നന്ദി, സ്തുതി. യേശുവേ നന്ദി. ഈശോയെ, ഗത്സമന തോട്ടം മുതൽ കാൽവരി കുരിശു വരെ ഈശോയെ അവിടുന്ന് ഒഴുക്കിയ ഓരോ തുള്ളി രക്തവും, ഓരോ അതിദാരുണമായ പീഡാസഹനങ്ങളും ഈശോയെ ആ കുരിശില് ഞങ്ങളെ, ഈ ലോകം മുഴുവനെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന പോലെ ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, ആ സ്നേഹത്തിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. മഹത്വം യേശുവേ, നന്ദി യേശുവേ, സ്തുതി യേശുവേ. കുരിശില് യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായത്തില് 17 മുതൽ 27 വരെ ഈശോയെ ക്രൂശിക്കുന്ന ഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. തലയോടിടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ഗാഗുൽത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ഈശോയെ ക്രൂശിച്ചു. ആ കുരിശിലേക്ക് ഈശോയുടെ കൈകാലുകള് വലിച്ചു നീട്ടി ഓരോരും പാണികള് തറച്ചിറക്കിയപ്പോഴും ആ വേദനകളെല്ലാം ഈശോ സഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് നിനക്കും ഈ ലോകം മുഴുവനും വേണ്ടിയിട്ടായിരുന്നു. ഹല്ലേലൂയ. കുരിശോട് ചേർത്ത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആരാധന, മഹത്വം. ഈശോയെ ഓരോ അതിദാരുണമായ പീഡാസഹനങ്ങളും ഈശോയെ മക്കളായി ഞങ്ങളെ നേടിയെടുക്കുന്നതിനായിരുന്നു. ചിതറിക്കിടന്ന മക്കളെ ഒരുമിച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈശോയെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ആരാധന, മഹത്വം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ, ഈശോയെ സ്വന്തം പെറ്റമ്മയുടെ മുമ്പില് നഗ്നനാക്കി ഈശോയെ കുരിശപ്പോഴും, കുരിശ് തറച്ചപ്പോഴും ഈശോയെ സഹിച്ച ഓരോ ദാരുണമായ വേദനകളും ഈശോയെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഹല്ലേലൂയ. മഹത്വം യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹടരടെ ഹൽപ്പത്തരുടെ യേശുവേ നന്ദി, സ്തുതി. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യൂതന്മാരുടെ രാജാവെന്ന് പറഞ്ഞ് അവഹേളിച്ചപ്പോഴും ആ വേദനകളെല്ലാം സഹിച്ചത് ലോകം മുഴുവനും വേണ്ടിയിട്ടായിരുന്നു. അപ്പന്റെ മക്കളെ ആ കുരിശിനെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഹല്ലേലൂയ. മഹത്വം യേശുവേ, നന്ദി യേശുവേ, സ്തുതി യേശുവേ, ആരാധന, മഹത്വം. കൊളോസ്യർക്കെഴുതിയ ലേഖനം 2 അധ്യായം 15 വാക്യത്തിൽ പറയുന്നു, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നേരായുധമാക്കി, അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹേളന മാത്രമാക്കി. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും എല്ലാം ആ കുരിശിൽ യേശു നിരായുധമാക്കി പൂർത്തീകരിച്ചു. എല്ലാം 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 ഈശോ ആ കുരിശിൽ പൂർത്തീകരിച്ചു. കുരിശില് ഈശോ വിജയം വരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ കുരിശിലെ എല്ലാം പൂർത്തീകരിച്ചു. ഈശോയെ
ആരാധന, മഹത്വം ഈശോയെ. നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ. അപ്പായേ നന്ദി, നന്ദി, നന്ദി. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. യേശുവേ നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. ഈശോയെ പാർശ്വം പിളർന്ന് ഈശോയെ അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി. ആ രക്തത്താലും വെള്ളത്താലും ഞങ്ങൾക്ക് സ്നാനം നൽകി. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറച്ചു. ഹല്ലേലൂയ. യേശുവേ അതെല്ലാ സഹനങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പാ. ഈ ലോകം മുഴുവനും വേണ്ടിയിട്ടായിരുന്നു. ആ കുരിശില് അതെല്ലാം ആധിപത്യങ്ങൾ, അധികാരങ്ങളെല്ലാം നിരായുധമാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, മഹത്വം, 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 മഹത്വം. യേശുവേ നന്ദി, സ്തുതി, യേശുവേ ആരാധന, 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 മഹത്വം, മഹത്വം. എലോഹിം, എലോഹിം ലമ്മ സബക്താനി എന്ന് പറഞ്ഞ് ഈശോയെ കുരിശില് സകലത്തും പൂർത്തീകരിച്ചപ്പോൾ ഈശോയെ ആ കുരിശില് അപ്പായെ സകലത്തും പൂർത്തീകരിച്ചു. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം. ആമേൻ, ആമേൻ. ഈ നിമിഷം കരുണയുടെ ജപമാല ചൊല്ലി നാം പ്രാർത്ഥിക്കുമ്പോൾ ആ കുരിശിൻ ചുവട്ടിൽ നമുക്കായിരിക്കാം. ആധിപത്യങ്ങളെ, അധികാരികളുടെ ശിരസ്സായ ഈശോയോട് കൂടെ ആയിരിക്കാം. കുരിശിൽ നമുക്കായി സകലതും പൂർത്തീകരിച്ച ഈശോയോട് കൂടെ ആയിരിക്കാം. ഹല്ലേലൂയ. ഓ യേശുവേ നന്ദി, യേശുവേ നന്ദി, 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 നന്ദി. ആമേൻ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, മഹത്വം, 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 മഹത്വം. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈ നിമിഷം നമ്മുടെ കണ്ണുകളിലെ കൃഷ്ണനെ പോലെ കാറ്റുകൾ പാലിക്കുന്നു. നമ്മെ കരുതുന്നു ആ ഈശോ എന്ന നല്ല ഇടയന്റെ കൂടെ. ഈ നിമിഷം കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. യേശുവേ നന്ദി, സ്തുതി, യേശുവേ ആരാധന. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണമേ. അതിന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തിട്ടുള്ളവരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദരിദ്ര ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനെ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായ കന്യകാമറിയത്തിൽ പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ജീവിക്കുന്നവരെയും മരിച്ചുപോയവരെയും വിധിപ്പാൻ വരുമെന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപത്തിന് പരിഹാരമായി അങ്ങേ വത്സലസുതന് ഞങ്ങളുടെ രക്ഷണനാഥനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ.
ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപത്തിന് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപത്തിന് പരിഹാരമായി അങ്ങേ വത്സലസുതന് ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും സമർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപത്തിന് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപത്തിന് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ചോർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ.
ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുജലമേ, തിരുരക്തമേ, ഞങ്ങൾ അങ്ങേൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുജലമേ, തിരുരക്തമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുജലമേ, തിരുരക്തമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തി ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചിതറിക്കിടന്ന ഈശോയുടെ മക്കളെ ഒരുമിച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് തീക്ഷ്ണതയുള്ള ഒരു ജനതയെ അവിടുത്തെ തിരുരക്തത്താൽ ശുദ്ധീകരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഈശോ കുരിശിൽ സ്വന്തം ജീവൻ ബലിയായി നൽകി. ഹല്ലേലൂയ. സ്വന്തം ജീവൻ നമുക്കായിട്ട് ബലിയായി നൽകി. കുരിശില് യേശുവേ നമ്മെ നേടിയെടുത്തു. ഹല്ലേലൂയ. രക്തത്താലും ജലത്താലും നമ്മെ ശുദ്ധീകരിച്ചു. പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറച്ചു. ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതി, യേശുവേ ആരാധന. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും ലോകം മുഴുവന്റെയും രക്ഷയ്ക്കായിട്ട് ദൈവത്തിന്റെ കൃപ ആ കുരിശില് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. മഹത്വം യേശുവേ. നന്ദി യേശുവേ. സ്തുതി, ആരാധന, മഹത്വം. ആ കുരിശില് ഞങ്ങൾക്കായി സകലതും പൂർത്തീകരിച്ച് ഉദ്ധിതനായ ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, ആ ദിവസങ്ങളിൽ അവരുമായി ഞാൻ ഏർപ്പെടുന്ന ഉടമ്പടി ഇതാണ് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും, അവരുടെ മനസ്സുകളിൽ ഞാൻ അവ ആലേഖനം ചെയ്യും. ആ ദിവസങ്ങളിൽ ഞാൻ അവരുമായി ഏർപ്പെടുന്ന ഉടമ്പടി തിരുരക്ത ഉടമ്പടി. ആ കുരിശിലൂടെ നമുക്കായി തന്ന ഉടമ്പടി ഏകബലിയാണ്. തിരുരക്ത ഉടമ്പടിയിലൂടെ പരിശുദ്ധ കുർബാനയായി കുരിശുപാൽവരി ബലിയുടെ പൂർത്തീകരണത്തിലൂടെ പരിശുദ്ധ കുർബാനയായി ഇന്നും നമ്മൾ വസിക്കുന്ന ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഈശോ, സ്നേഹമാകുന്ന ഈശോ, സ്നേഹമാകുന്ന ഈശോ. ഓരോ പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ സ്നേഹവിരുന്നിനാണ് ഈശോ നമ്മൾ ഓരോരുത്തരും ക്ഷണിക്കപ്പെടുന്നത്. അത് കൽപ്പലകകളിലല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്, നമ്മുടെ ഹൃദയങ്ങളിലാണ് അത് ആലേഖനം ചെയ്തിരിക്കുന്നത്. കുഞ്ഞ് ഓസ്തിയോളം ചെറുതായി, ഒരു ചെറിയ അപ്പത്തോളം ചെറുതായി ഈശോയുടെ സ്നേഹം പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെയിലേക്ക് കടന്നു വരുന്നു.
നമ്മളേറെ സ്നേഹിക്കുന്ന ഒരു സ്നേഹപിതാവാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, മഹത്വം യേശുവേ, മഹത്വം യേശുവേ നന്ദി, സ്തുതി യേശുവേ, ആരാധന യേശുവേ. ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയിരിക്കുന്നു. ഈശോയെ, ആ കാൽക്കുരി കുരിശില് ഞങ്ങൾക്കായി ഈശോ സകലതും പൂർത്തീകരിച്ചത്. ഈശോയെ, ആ പുതിയ നിയമത്തിലെ രക്ത ഉടമ്പടിയിലൂടെ ഞങ്ങൾ മക്കളായി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. കാളക്കിടാക്കളുടെ കോലാടുകളുടെ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം തിരിച്ചറിയണം, നമ്മുടെ ഈശോ നമുക്കായി കുരിശില് സകലതും പൂർത്തീകരിച്ചുവെന്ന്. ആമേൻ. ആ ഉദ്ധിതനായ ഈശോയുടെ കൂടെ നമുക്കായിരിക്കും. ഇന്ന് നമ്മിലേക്ക് പരിശുദ്ധ കുർബാനയായി നമ്മിലേക്ക് കടന്നു വരുന്ന ഈശോയുടെ കൂടെ ആയിരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾക്ക് നാം പകർന്നു കൊടുക്കണം. ആ കുരിശാണ് നമ്മുടെ രക്ഷ എന്ന്, ആ കുരിശിലാണ് നമ്മുടെ രക്ഷ എന്ന്, ആ കുരിശാണ് നമ്മുടെ തണലെന്ന്, ഈശോയാണ് നമ്മുടെ ആശ്രയമെന്ന്, നമുക്കായി സകലത്തും പൂർത്തീകരിച്ച ഈശോയിലാണ് നമ്മുടെ രക്ഷ എന്ന്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, മഹത്വം, മഹത്വം യേശുവേ. നന്ദി യേശുവേ, നന്ദി യേശുവേ, സ്തുതി യേശുവേ, ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. ആമേൻ യേശുവേ. നന്ദി, നന്ദി, നന്ദി. പാപത്തിന്റെ അടിമത്തത്തിലായത് നമ്മെ ഓരോരുത്തരെയും ഈശോ ചേർത്ത് പിടിച്ചു. ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. നമ്മെ ഓരോരുത്തരും ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായം, ഞാൻ ഭയപ്പെടുകയില്ല.